പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിച്ച ഇന്ത്യ. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ 12 ഭീകരർ കൊല്ലപ്പെട്ടു. കരനാവിക വ്യോമസേനകൾ സംയുക്തമായാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നു പേര് നൽകിയ ആക്രമണം നടത്തിയത്. ये नुकसान ये 9 नंबर ये मस्जिद तैयबा मरकज उमर ये मस्जिद तैयबा मरकज उमरकरा के अंदर ബുധനാഴ്ച പുലർച്ചെ 1:44 ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകരതാവളങ്ങൾ ഇന്ത്യൻ സേന ആക്രമിച്ചത്. ഭീകരർക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളാണ് സേന ആക്രമിച്ചത്. രഹസ്യാന്വേഷണ ഏജൻസിയുടെ സഹായത്തോടെ ഭീകര കേന്ദ്രങ്ങൾ ലൊക്കേറ്റ് ചെയ്താണ് കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ആക്രമണം നടത്തിയത്. അതേസമയം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും സാധാരണ പൗരന്മാർക്ക് നേരെ ഒരാക്രമണവും നടത്തിയിട്ടില്ലെന്നും സേനകൾ വ്യക്തമാക്കി. ഭീകര കേന്ദ്രങ്ങളെ മാത്രമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം. അതിർത്തി കടന്നുള്ള എല്ലാ ആക്രമണത്തിനും മറുപടി നൽകിയെന്നും ഭീകരവാദികൾക്കുള്ള ശക്തമായ മറുപടിയാണിതെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി പറഞ്ഞു. आज सुबह जैसा कि आपको ज्ञात होगा, भारत ने इस तरह के सीमा पार हमलों का जवाब देने और उन्हें रोकने तथा उनका प्रतिरोध करने के अपने अधिकार का प्रयोग किया है. കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विभत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था. इस कार्रवाई में 9 टेररिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया. A niche technology weapons with careful selection of warheads was ensured so that there will be no collateral damage. The point of impact in each of the target was a specific building or a group of buildings. All the targets were neutralized with clinical efficiency, and the results reiterate the professionalism of the Indian Armed Forces. കോട്ട്ലി, മുരിദ് കെ, ബഹാവൽപൂർ, മുസാഫറാബാദ് എന്നിവിടങ്ങളിലടക്കമാണ് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയത്. ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് മുരിദ് കെ. മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ. ഭീകരവാദ താവളങ്ങൾ കണ്ടെത്തിയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. ജെയ്ഷെ മുഹമ്മദിന്റെ മുസ്താഫാബാദിലെ താവളവും സേന തകർത്തു. പഹൽഗാം ഭീകരാക്രമണത്തിലെ കണ്ണീർ കാഴ്ചയായിരുന്നു 6 ദിവസം മുൻപ് മാത്രം വിവാഹിതയായ ഹിമാൻഷി നർവാളിന്റെ ചിത്രം. ഭർത്താവും നേവി ഓഫീസറുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികിൽ കണ്ണീരോടെ ഇരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം അക്രമത്തിന്റെ മുഖചിത്രമായി ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ തറച്ചു. തിരിച്ചടി വിവരം പങ്കുവെച്ച് ഇന്ത്യൻ സൈന്യം പങ്കുവെച്ച പോസ്റ്റിലും ചിതറിത്തെറിച്ച സിന്ദൂരത്തിന്റെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. പഹൽഗാമിലെ താഴ്വരയിൽ കൺമുന്നിൽ രക്തം പൊടിഞ്ഞ് ജീവൻ വെടിയേണ്ടി വന്നവരുടെ ഭാര്യമാരുടെ കണ്ണീർ തോർന്നിട്ടില്ല. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട അവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലൂടെ ഇന്ത്യൻ സൈന്യം നൽകിയത്. ആക്രമണം നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയും തിരിച്ചടിക്കുമെന്ന് പാക് പ്രധാനമന്ത്രിയുടെ ഭീഷണി വരികയും ചെയ്തു. അതിർത്തിയിൽ പാക് സൈന്യം വെടിവയ്പ് ആരംഭിച്ച സാഹചര്യത്തിൽ രാജ്യം കനത്ത ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.